ആപ്പിൾ തീർച്ചയായിട്ടും ഞെട്ടും. ഐഫോൺ യൂസേഴ്സിന് ഉറപ്പായിട്ടും കുശുമ്പ് തോന്നും. ആ ലെവലിലാണ് സാംസങ് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങളിത് കണ്ടോ? ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഐക്കൺസ് ഒക്കെ ഏത് രീതിയിലാണ് കിടക്കുന്നതെന്ന്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് വേറെ ലെവലിൽ സെറ്റ് ചെയ്യാം. വേറെ ലെവലിൽ ഐഫോണിൽ ഇപ്പോൾ കസ്റ്റമൈസേഷൻ വന്നു iOS 18 വന്നപ്പോൾ. കാരണം ആൻഡ്രോയിഡ് ഫോണുകൾ ഇഷ്ടം പോലെ പറ്റുമല്ലോ. ഇതിലൊന്നുമില്ല, ഈ ഐക്കൺസ് അവരിട്ട് തരുന്ന ആ രീതിയിൽ ഇടാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ അടുത്ത കാലത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെർമിഷനൊക്കെ തന്ന് ആപ്പിളിലും കസ്റ്റമൈസേഷൻ വന്നു എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ സാംസങ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും. എന്താണ് കാര്യം എന്നുള്ളത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ടും ഗുഡ് ലോക്കിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. എന്താണെന്നുള്ളത് 1 by 1 ആയിട്ട്. വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ബാക്കി എല്ലാ വശങ്ങളിലേക്കും പോകുന്നില്ല. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയ ഗുഡ് ലോക്കിൻ്റെ ഹോം അപ്പം മാത്രമാണ് പറയുന്നത്. അതിൽ തന്നെ ഞെട്ടാനുള്ള സംഗതികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഗാലക്സി സ്റ്റോറി കയറുക, സാംസങ്ങിൻ്റെ സ്റ്റോറി കയറുക, ജസ്റ്റ് ഗുഡ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഹോം അപ്പ് എന്ന് പറയുന്ന സംഗതി ഇൻസ്റ്റാൾ കൊടുക്കുക, ഹോം അപ്പ് ഓപ്പൺ ചെയ്യുക. കണ്ടോ? ജസ്റ്റ് ഹോം അപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ ഈ ഹോം അപ്പ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴെ എല്ലാ ഓപ്ഷനുകളും ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഓരോ സെക്ഷനും ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതിൽ തന്നെ ഹോം സ്ക്രീൻ എന്നുള്ളത് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കയറിയാൽ, അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് ഓൺ ചെയ്താലും മതി. ഓണായി കഴിയുമ്പോൾ താഴെയായിട്ട് എല്ലാ സംഗതികളും, ഇതിനകത്ത് കാണുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാം. അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. താഴെയുള്ള DIY ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ കാണാം. ഈ സംഭവത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിനകത്തേക്ക് കയറും. അതിനകത്തൊന്നും ചെയ്യാനില്ല, റീസെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സംഗതി ഓൺ ചെയ്ത് വെക്കുന്നതോടുകൂടി, മുകളിലത്തെ ഓൺ ബട്ടൺ ഓൺ ആക്കി വെക്കുന്നതോടുകൂടി നിങ്ങളുടെ ഹോം സ്ക്രീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം എന്നുള്ളതാണ്. ഐക്കൺസ് വെറുതെ മാറ്റി വെക്കുക മാത്രമല്ല, A to Z. ഒന്നാമത്തെ കാര്യം അറേഞ്ച് ഐക്കൺസ്. നിങ്ങൾക്ക് ഇതാ കൈ കൊണ്ട് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി ഇഷ്ടമുള്ള രീതിയിൽ. അത് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. ഈ ഐക്കൺ ഏതെങ്കിലും ഒരു ഐക്കണിൽ ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പം മെനു വരും, നോക്കണ്ട. വീണ്ടും ഹോൾഡ് ചെയ്താൽ ഇതാ ഇങ്ങനെ ഒരു സ്ക്വയർ പോലുള്ള രൂപത്തിലേക്ക് മാറി. അതിന് ചുറ്റും ഒരു ബോർഡർ വരും. ഇതോടുകൂടി നിങ്ങൾക്ക് ഓരോ ഐക്കണും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീക്കി വെക്കാം, അതിനെ ചെരിക്കാം, ചുരുക്കാം, വലുതാക്കാം. എല്ലാം ഇഷ്ടമുള്ള രീതി ചെയ്ത് ഇഷ്ടമുള്ള സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഓരോന്നിൻ്റെ മുകളിലേക്ക് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മുകളിലേക്കാണ് മറ്റേ ആപ്പ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു ആപ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മുകളിലായിട്ടും അടുക്കി വെക്കാം. ഇനി വിഡ്ജറ്റുകൾ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ആ വിഡ്ജറ്റുകളും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇഷ്ടമുള്ള രീതിയിൽ. നിങ്ങൾ വേറൊരു ആപ്പ് അന്വേഷിച്ച് പോകണ്ട. നിങ്ങൾക്ക് സകല സംഭവങ്ങളും ഇവിടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതുകൊണ്ടും കഴിഞ്ഞില്ല, ഇതിനകത്ത് ഈ ഐക്കൺസ് മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഇമോജികൾ ആഡ് ചെയ്യണോ, ബ്ലാങ്ക് സ്പേസുകൾ ആഡ് ചെയ്യണോ, എല്ലാം താഴെ ഈ ഒരു ചെറിയ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഷേപ്പുകൾ ആഡ് ചെയ്യാൻ, പലതരം ഷേപ്പുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൂടെ ടിക്ക്, ആരോ, ടെക്സ്റ്റുകൾ, നമ്പറുകൾ, എല്ലാ സാധനങ്ങളും കാണാം. ടെക്സ്റ്റുകളൊക്കെ പല ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ ഇമോജികൾ, സാധാരണ ഇമോജികൾ, കാര്യങ്ങൾ, ഹാർട്ട്, അങ്ങനെയുള്ള സകല സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഐക്കണിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് വെക്കാം. എല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. സോ ഹോം സ്ക്രീനിൽ ഐക്കൺസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല. സകല സാധനങ്ങളും ഇതിനകത്ത് ഈസി ആയിട്ട് ചെയ്യാം. നോ ലിമിറ്റ്. ഐഫോണിൽ ആകെ മുകളിലേക്കും താഴേക്കും നീക്കി വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് അവർ കസ്റ്റമൈസേഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാധനം. ഇവിടെ ഇനി ഒന്നും ബാക്കിയില്ല. ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഇത് ജസ്റ്റ് ഒരു കാര്യം മാത്രമാണ്. ആനിമേഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അല്ലാണ്ട് അവർ ഒരു സാധനം തരുന്നു, നിങ്ങൾ അതിടുന്നൊന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഹോം ആപ്പിനകത്ത് നമ്മൾ നേരത്തെ ഹോം സ്ക്രീനാണ് എടുത്തത്. ഇപ്പോൾ അതല്ല, ജസ്റ്റർ സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് മുകളിൽ ഓൺ ആയിരിക്കണം, ഓൺ ആക്കുക. ഇതിന് താഴെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആനിമേഷനുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹോം ജസ്റ്റർ ആനിമേഷൻ, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ജസ്റ്റർ, അതായത് നമ്മൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഏത് രീതിയിൽ ആനിമേഷൻ വരണം. നമ്മൾ ഫോൺ ഓൺ ചെയ്യുന്ന നേരത്ത് ജസ്റ്റ് തെളിയണോ, അത് സ്ലോവിനുള്ളിലേക്ക് പോകണോ, സ്ലോവിൽ തെളിഞ്ഞ് വരണോ, എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് പോകുന്നതാണ്, ഒന്നുമില്ല. എലഗൻസ് എന്ന് പറയുന്നത് ഏകദേശം അതുപോലത്തെ ഒരു സംഗതി തന്നെയാണ്. അടുത്ത് ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്വീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് താഴേക്ക് പോകണുണ്ടോ. ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത് ഫാസ്റ്റ് ആയിട്ട് വരും, ക്ലോസ് ആക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലിടാം. അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. അവരിട്ട് വന്നിരിക്കുന്ന 4 സ്റ്റൈലല്ല. അത് താഴെ അടുത്ത ഓപ്ഷൻ കാണാം, സിമ്പിൾ ട്യൂണിങ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഈ പോകുന്ന പോക്കുണ്ടല്ലോ, ഈ ആനിമേഷൻ്റെ സോഫ്റ്റ്നെസ്, അത് എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇമോഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇമോഷണലി എന്നുള്ളതിൻ്റെ അറ്റത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്ലോ ആയിട്ട് പോകും. അതേ ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അറ്റത്തേക്ക്. ഇതിൻ്റെ നടുവിൽ ഏത് റേഞ്ചിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. അതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ആ വിൻഡോ ഓപ്പൺ ക്ലോസ് ആനിമേഷൻ സ്ലോ ആയും സ്മൂത്തായും സോഫ്റ്റ് ആയിട്ടും മാറും. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അത് ഓരോ ആപ്പും ക്ലോസ് ആവുന്ന ഓൺ ആവുന്ന ഒരു ആനിമേഷൻ്റെ മെയിൻ ഘടകമാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറി ഈ ആപ്പ് ആ അറ്റത്തെത്തുമ്പോൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിൻ ഡോട്ടായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ട്യൂണിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസിലേക്ക് കിടക്കുക.
കണ്ടോ അവിടെ ചെല്ലുമ്പോൾ ഐക്കൺ ഏത് രീതിയിൽ ഒന്ന് ബൗൺസ് ചെയ്ത് നിൽക്കണോ, ഒന്ന് സ്ലോവിൽ ബൗൺസ് ചെയ്യണോ, ഒന്ന് ഫാസ്റ്റായിട്ട് ബൗൺസ് ചെയ്യണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനുള്ള ഓപ്ഷനുകളാണ് താഴെ കാണുന്നത് മുഴുവനും. കണ്ടോ അതിൻ്റെ സ്റ്റിഫ്നെസ്, ഡാമ്പിങ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇനി അവിടെ ചെന്നിട്ട് ബൗൺസ് ചെയ്യുന്നത് ഏത് രീതിയിൽ ബൗൺസ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ ഇത് സ്പീഡാക്കണമെങ്കിൽ ഇങ്ങോട്ട് നിൽക്കുക, സ്ലോ ആക്കണമെങ്കിൽ ഇങ്ങോട്ട് വെച്ചാൽ സ്ലോ ആയി. ഇങ്ങനെ ഓരോ ഘടകങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ വിൻഡോയിലെ ഓരോ ഐക്കണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതുകൊണ്ടും കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ഇതാ ഇന്റർപോളേറ്റർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത് ഒന്നും കൂടി നെക്സ്റ്റ് ലെവലാണ്. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെയാണ് ഈ ഒരു സംഭവം കാണുക. ഒരു കർവ്, അതായത് ഞാൻ കാണിച്ചു തരാം. ഇതെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ഈ പോകുന്ന വിൻഡോ, അതായത് നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയിട്ട് അവിടെ ഐക്കണിൽ ചെന്നു, ഓക്കെ. പക്ഷെ ആ ചെല്ലുന്നത് എങ്ങനെ ഐക്കണിലേക്ക് മാറണം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോയി മാറണോ അതോ ഹാർഡായിട്ട് പോയി മാറണോ, ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളും ഈ കർവ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം. നമ്മൾ വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്റ്റൈൽ മാറും. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കർവിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമാകുന്ന ലെവലിൽ നിർത്തിക്കൊണ്ട് ചെയ്യാം. സോ ഇതിൻ്റെ ആനിമേഷൻ സാംസങ് വെച്ച പോലെയല്ല ഇനി വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയായിരിക്കും വർക്ക് ചെയ്യുക. അത് ഐക്കണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി വാൾപേപ്പർ ആണെങ്കിൽ തൊട്ട് താഴെയുണ്ട്, അതിലും നമുക്ക് ഈ പറഞ്ഞ എല്ലാ സംഗതികളും ചെയ്യാം. അത് നോർമലി നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പോരാ, നിങ്ങൾക്ക് പിൻ പോയിന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇന്റർപോളേറ്റർ താഴെ കിടക്കുന്നുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ വാൾപേപ്പർ ഏത് രീതിയിൽ മൂവ് ചെയ്യണം, കണ്ടോ ഇത്രയും വലുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പല രീതിയിൽ കൊടുക്കാം. ഇത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വിടുമ്പോൾ ആ വാൾപേപ്പർ കണ്ടോ, എൻ്റെ വാൾപേപ്പറും കൂടി ആനിമേറ്റ് ആയത് കണ്ടോ. ഇപ്പോൾ നോർമലി ഇതാ ഇങ്ങനെ നിൽക്കുന്നു, ക്ലോസ് ചെയ്യുമ്പോൾ വാൾപേപ്പർ ശ്രദ്ധിച്ചാൽ മതി, കണ്ടോ വാൾപേപ്പർ നൈസായിട്ട് ആനിമേറ്റ് ആവുന്നുണ്ട്. സോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വാൾപേപ്പർ എത്രത്തോളം സൂം ആവണം, എത്രത്തോളം സൂം ഔട്ട് ആവണം, അത് ബൗൺസ് ചെയ്യണോ, ഏതൊക്കെ രീതിയിൽ വേണം കംപ്ലീറ്റ് തീരുമാനിക്കാം. പിന്നെ ഇത് വാൾപേപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കിടക്കുന്ന ഐക്കൺസും അതേ കൂട്ടത്തിൽ അങ്ങ് പോകുന്നത് ചോദിച്ചാൽ വേണ്ട, ഐക്കൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അത് വേറെ. ഐക്കൺസിനെ മാറ്റുക, ഐക്കൺസിൻ്റെ ആപ്പ് തുറക്കുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ ആനിമേഷനൊക്കെ നേരത്തെ പറഞ്ഞു. ഇതല്ല, ഹോം സ്ക്രീനിൽ നിരന്ന് കിടക്കുന്ന ഐക്കണുകളുണ്ടല്ലോ, അതായത് ഇവിടെ കിടക്കുന്ന ഈ മൊത്തം ഐക്കൺസ്, ഇത് എങ്ങനെ പെരുമാറണം എന്നുള്ളത് വേറെ തീരുമാനിക്കാം. ഇതാ ഇതിനകത്ത് ഐക്കൺസിൻ്റെ ഏരിയയിലേക്ക് വന്നു, കണ്ടോ ഹോം സ്ക്രീൻ എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് വെർട്ടിക്കൽ സ്കെയില്, അതിൻ്റെ ഓരോ ഡ്യൂറേഷനുകളും നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. ഇതെന്തോരം ഐക്കണുകൾ സ്കെയിലായി നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സൂം ആവുന്ന തരത്തിൽ ആനിമേഷൻ വരണം എന്നുള്ളത് നമുക്കിവിടെ തീരുമാനിക്കാം. മെയിനായിട്ട് 3 കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും പോരെങ്കിൽ ഇന്റർപോളേറ്റർ നമ്മുടെ ആ കർവിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. കണ്ടോ ഇവിടെ ഏത് രീതി എത്ര സൂം ആവണം, സൂം ഔട്ട് ആവണം എന്നൊക്കെ തീരുമാനിച്ചാൽ അതിനനുസരിച്ചുകൊണ്ട് ആ ഐക്കണുകളും നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഐക്കണും സൂമായി സൂം ഔട്ടായി അങ്ങനെ വന്നങ്ങനെ നിൽക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സോ അപ്പോൾ ഹോം സ്ക്രീന്, വാൾപേപ്പർ, മൊത്തം ഹോം സ്ക്രീനിൻ്റെ ഐക്കണുകളുടെ ആനിമേഷൻ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഫോൾഡറുകൾ തിരിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ. അതിന് ആനിമേഷൻ എഫക്റ്റ് ഒന്നും വേണ്ടെന്ന് ചോദിച്ചാൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഫോൾഡർ എന്നുള്ള സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ടും ഈ ഹോം അപ്പിൽ ഹോം സ്ക്രീനകത്ത് ഫോൾഡർ എന്നുള്ള സെക്ഷനിൽ ഫോൾഡർ എത്ര ഗ്രിഡ് വേണം, 6-7 എണ്ണം വരെയുള്ള ഗ്രിഡുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് പലതരത്തിൽ ചെയ്യാം. പോപ്പപ്പ് ഫോൾഡർ, അതിൻ്റെ സ്റ്റൈൽ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. വളരെ ചെറിയ ഫോൾഡർ വേണമെങ്കിൽ മുകളിൽ കൊടുക്കുക, മീഡിയം സൈസ് മതിയെങ്കിൽ മിഡിൽ കൊടുക്കുക, അല്ലെങ്കിൽ ലാർജ് സൈസായിട്ട് ഓപ്പൺ ചെയ്ത് വരണോ, അതിൻ്റെ ഗ്രിഡ് എങ്ങനെ വേണം, അതെല്ലാം നമുക്ക് ഇവിടെ തീരുമാനിക്കാം. അതായത് ഫോൾഡറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓപ്പൺ ആയി ക്ലോസ് ആയി വരും. പിന്നെ ആ ഫോൾഡറിൻ്റെ ബ്ലറൊക്കെ മാറ്റണമെങ്കിൽ താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഈ പറയുന്നത് മെയിൻ സാധനങ്ങൾ മാത്രമാണ്. നിങ്ങൾ നോക്കുമ്പോൾ 100 കണക്കിന് കാണും. ഇതൊക്കെ ചെയ്ത് നോക്കിക്കോ, വെറുതെ ഇരിക്കുമ്പോൾ ഇതൊന്നും വലിയ യൂസ്ഫുള്ളായ സംഭവങ്ങൾ ഇതില്ലാണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല. ഇതൊക്കെ കസ്റ്റമൈസേഷൻ ആഗ്രഹിക്കുന്ന പ്രോ യൂസേഴ്സ് കുറേ പേരുണ്ട്, അവർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐഫോൺ യൂസേഴ്സിന് കുശുമ്പാകുമെന്ന് നമ്മൾ പറയുമ്പോഴും ഇതില്ലാത്തതുകൊണ്ട് ഐഫോണിന് യാതൊരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെയുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വെയിറ്റ് ആണ്. ഇനി അടുത്തതാണ് ടാസ്ക് ചേഞ്ചർ. അതായത് ഹോം അപ്പിനകത്ത് തന്നെ നമ്മൾ ഹോം സ്ക്രീൻ കണ്ടു, അതേപോലെ ജസ്റ്ററുകൾ, ആനിമേഷനുകളുടെ സംഭവം കണ്ടു. ടാസ്ക് ചേഞ്ചർ എന്ന് പറയുന്നത് ഇതാണ്. അത് ക്ലിക്ക് ചെയ്യുക, അത് മുകളിൽ ഓൺ ചെയ്ത് കൊടുത്തേക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് ടാസ്ക് ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ 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 വരുന്നത് നമുക്ക് കാണാം. ഇത് സാംസങ് വെച്ചിരിക്കുന്ന രീതിയാണ്. ഇത് നിങ്ങൾക്ക് മാറ്റാമെന്ന് പറയുമ്പോൾ ഇതാ അതിനകത്ത് ടൈറ്റിൽ സ്റ്റാക്ക്, അതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അടുത്തത് ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഇങ്ങനെ നിരന്ന് വരും. കണ്ടോ ഈ രീതിയിൽ നിരന്ന് വരുന്നുണ്ട്. ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ല, മാറ്റാം. വെർട്ടിക്കൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ രീതിയിലാണ്. കണ്ടോ ഈ രീതിയിൽ ലിസ്റ്റായിട്ട് നിൽക്കും. ഇനി അതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ലിം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിയായിട്ട് കാണുന്ന സെറ്റപ്പാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരിയായിട്ട് കാണും. സോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് കൊടുക്കുക. ഇനി ഇതിനൊക്കെ പുറമെ ചെറുതായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ മുകളിലോട്ട് അടിക്കുമ്പോൾ ഇതിങ്ങനെ ഫുൾ സ്ക്രീനിൽ നിൽക്കേണ്ട, എല്ലാം ഈ വിരലിൻ്റെ സൈഡിൽ താഴെയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് മിനി മോഡ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇതാ മിനി മോഡ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട എല്ലാം താഴെയായി. പക്ഷേ ഇത് വലിയ യൂസ്ഫുൾ അല്ല കേട്ടോ ഈ മിനി മോഡ്. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് വലുതായി നിന്നാലും നമുക്ക് താഴെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, ചെറുതായി നിന്നാലും താഴെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും.
ബട്ട് എങ്കിലും മിനി മോഡ് വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അത് കൂടാതെ മറ്റുള്ള ഓപ്ഷനുകളെല്ലാം ഞാൻ പറയാനിരുന്ന പറഞ്ഞ് കേട്ട് നിങ്ങൾക്ക് ബോറടിക്കും. മെയിൻ സാധനങ്ങൾ ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. പിന്നെ തീംസ് അതൊരു പ്രധാന ഘടകമാണ്. ആൾക്കാർക്ക് തീം മാറ്റണം, തീമിൻ്റെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഗുഡ് ലോക്കിനകത്ത് ഇത് ഹോം അപ്പ് എന്നുള്ള സെറ്റപ്പാണ്, അത് മാറ്റിയിട്ട് തീം പാർക്ക് എന്നുള്ളതും കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഈ ഗുഡ് ലോക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ തീം പാർക്ക് കാണും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അതിൽ നമ്മൾ തീം പാർക്കിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തീമുകളുടെ ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. തീം മീൻസ് ഐക്കൺസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫോട്ടോ തന്നെ വേണമെങ്കിലും ഇതിനകത്തേക്ക് ഐക്കൺസ് ആയിട്ട് വെക്കാൻ സാധിക്കും. അങ്ങനെ കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ തീമിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സംഗതി പിടികിട്ടിയില്ല. എന്തായാലും ഹോം സ്ക്രീനിൻ്റെ ഹോം അപ്പിലാണ് ഞാൻ കണ്ട ഇതുവരെ ഞാൻ സ്മാർട്ട് ഫോണിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല ഗുഡ് ലോക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ആപ്പിൾ യൂസേഴ്സായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കസ്റ്റമൈസേഷൻ ഐഫോണിൽ വന്നോന്നല്ലേ. ഇതാണ് കസ്റ്റമൈസേഷൻ, കാണിച്ചു കൊടുക്കുന്നേ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ ചെയ്തു ഇങ്ങനെ ഇരിക്കും, എല്ലാം കഴിഞ്ഞിട്ട് ശരിയായില്ലല്ലോ എന്ന് തോന്നുമ്പോൾ പെട്ട അവസ്ഥയാവും. ഇതൊക്കെ തിരിച്ചങ്ങനെ ശരിയാക്കും പഴയ പോലെ. ശരിയാക്കാൻ വേറെ ഒന്നുമില്ല, ഓരോ ഐക്കണൊക്കെ നിങ്ങൾ മാറ്റിയത് ശരിയാക്കാനാണെങ്കിൽ ജസ്റ്റ് ഐക്കണുള്ളത്. അപ്പോൾ ഇതിപ്പോൾ റൊട്ടേറ്റ് ആയി വലുതായിരിക്കുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം, നമ്മളതിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആ എഡിറ്റ് മോഡിലേക്ക് വന്നതിന് ശേഷം താഴെ അതിന് 3-4 ഓപ്ഷൻ വരും. ഇവിടെ കണ്ടോ, ഇവിടെ താഴെ കുറേ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ റീസെറ്റ് കൊടുത്താൽ മതി. ഐക്കൺ പഴയ പോലെയായി കണ്ടോ. ജസ്റ്റ് അവിടെ താഴെ വരുന്നതിൽ റീസെറ്റ് ചെയ്താൽ മതി. ഓരോന്ന് റീസെറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മതി. ഇത് മൊത്തം റീസെറ്റ് ചെയ്യണമെങ്കിൽ ഹോം അപ്പ് എന്നുള്ള ആ സെക്ഷനിൽ പോയിട്ട് ഓരോന്ന് നമ്മൾ ഓൺ ചെയ്ത് വെച്ചില്ലേ, അത് ഓരോന്ന് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം പഴയപടിയാവും. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, നമുക്ക് ഇതൊന്നും വേണ്ട. ഈ ഓരോ ഐക്കണായിട്ട് ചെയ്താൽ പോരാ, മൊത്തത്തിൽ ഒരുമിച്ച് എല്ലാം പഴയപടിയാക്കണം. എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ ആക്കണം. നമുക്ക് അത് മതി. ഇത്രയൊന്നും വേണ്ട, നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. നമുക്ക് പഴയപടി മതിയെങ്കിൽ ജസ്റ്റ് ഗുഡ് ലോക്ക് ഓപ്പൺ ചെയ്യുക, ഹോം അപ്പിലേക്ക് വരിക. ഹോം അപ്പ് ഓപ്പൺ ആവും. ഓൺ ആയി കഴിയുമ്പോൾ അതിനകത്ത് ഹോം സ്ക്രീൻ എന്നുള്ള ഓരോ സെക്ഷൻ, നിങ്ങൾക്ക് ആനിമേഷൻസ് ആണോ ചെയ്തത് കൊളായത് നിങ്ങൾക്ക് വേണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആനിമേഷൻ മാത്രം ഓഫ് ചെയ്യുക. ഇനി ഈ ഐക്കൺസിൽ വരുത്തിയ ചേഞ്ചുകൾ, ട്രാൻസ്പെറൻസി അതൊന്നും വേണ്ട. ജസ്റ്റ് അത് മാത്രം ഓപ്പൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അതിൻ്റെ ഓഫ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യുക. ഇനി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ഇതൊന്നും വേണ്ട, വെറുതെ ട്രൈ ചെയ്തതാണ്, ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഒരു പണിയില്ല, ജസ്റ്റ് അത് മാത്രം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫോൺ ഇങ്ങനെ ആയിരുന്നു പണ്ടുണ്ടാറുന്നത്. ഇതിൽ നിന്നാണ് ഞാൻ ഈ മാറ്റം മുഴുവൻ വരുത്തിയത്. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട സെറ്റപ്പ്. ഇത് പണ്ടുണ്ടാറുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ സംഭവങ്ങളും റിവേഴ്സായി പഴയപടിയായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ട് എടുത്ത് പടച്ചോ. ഇതെല്ലാം കഴിയുമ്പോൾ ഇതുപോലെ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം പഴയപടിയാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചെയ്ത് നോക്കാൻ പറയുക. ആപ്പിൾ യൂസേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയുക ആപ്പിളിൽ കസ്റ്റമൈസേഷൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിലാണ് സൂപ്പർ സാധനം ഒന്ന്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.